എറണാകുളം എക്കാലവും CPM പല പരീക്ഷണങ്ങളും നടത്തുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം സേഫായിട്ടുള്ള ചാലക്കുടി പോലെ തന്നെ സേഫായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് UDF കേന്ദ്രങ്ങൾ ഈ എറണാകുളത്തെ കാണുന്നത്. ഹൈബി ഈഡൻ വീണ്ടും മത്സരിക്കും എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഹൈബിയുടെ സാന്നിധ്യം മണ്ഡലത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റിലായാലും പുറത്തായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം അത്രയധികം ഈ ഇലക്ഷനിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാവും എന്ന് താങ്കൾ തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ എറണാകുളം ശ്രദ്ധേയമാവുന്നത് CPMൻ്റെ ചില വളരെ അത്ഭുതകരമായി അവരെ ഫീൽഡ് ചെയ്ത ചില സ്ഥാനാർത്ഥികളെ കൊണ്ടാണ്. അതെ, എറണാകുളത്തിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വിജയ ചരിത്രമാണ്. എറണാകുളത്ത് 1967 വി വിശ്വനാഥൻ ജയിച്ചു. ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും ജയിച്ചു. അന്ന് പക്ഷേ വലിയ തരംഗമായിരുന്നു. പിന്നീട് ഒരു CPM അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ജയിക്കുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സേവ്യർ അറക്കലാണ് 96. അദ്ദേഹം ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരെക്കാൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആളാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. നമ്മുടെ ഈ രാഷ്ട്രീയത്തിലെ ഒരു കുലീന സാന്നിധ്യമായിരുന്നു. മാത്രമല്ല പ്രൊഫസർ KV തോമസ് ഫ്രഞ്ച് ചാരക്കേസിൽപ്പെട്ട് ആകെ ഡിസ്ക്രെഡിറ്റഡ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും KV തോമസ് പിന്നിലാവുകയും സേവ്യർ അറക്കൽ വലിയ തോതിൽ ലീഡുകയും ചെയ്തു. ഇപ്പോൾ എറണാകുളം അസംബ്ലി സെഗ്മെൻറ്റിൽ ജോർജ് ഈഡന് ഏതാണ്ട് 10,000 വോട്ടിന് ജയിക്കുന്നു. അതേ എറണാകുളം സെഗ്മെൻറ്റിൽ KV തോമസ് 10,000 വോട്ടിന് പുറകിലാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആലുവ ഒഴിച്ച് മറ്റെല്ലാ സ്ഥലത്തും തോമസ് മാഷ് പുറകിൽ പോയി. അതുകൊണ്ടാണ് അറക്കൽ സേവ്യർ ജയിച്ചത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോളി ജയിച്ചു. സെബാസ്റ്റ്യൻ പോളി 2 തവണ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നീട് ഒരു തവണയില്ല കരുണാകരൻ്റെ കരുണാകരൻ്റെ സഹായത്തോടെ 2003 ഞാൻ പറഞ്ഞത് 2004 വീണ്ടും സെബാസ്റ്റ്യൻ പോളി ജയിച്ചു. അതും ഇതുപോലെ 67 പോലെ വലിയ തരംഗം വരും. അതുകൊണ്ട് ജയിച്ചാണ്. പൊതുവെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകളാണ് ഉള്ളത്. ക്രിസ്ത്യൻ വോട്ടർമാർ, പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിലേക്ക്. ലത്തീൻകാരുടെ ഏറ്റവും കോൺസെൻട്രേഷനുള്ള മണ്ഡലമാണ്. അതെ, കോൺഗ്രസിനെ നമ്മുടെ ലത്തീൻകാർക്ക് സംവരണം ചെയ്തൊരു സീറ്റാണ് അതെ എറണാകുളം. അപ്പോൾ ലത്തീൻ സമുദായം, അതുപോലെ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, നായർ സമുദായം, മുസ്ലിം വോട്ട്, ഇതെല്ലാം വളരെ ലത്തീൻകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തമാശയായിട്ട് പറയുന്നത് ലത്തീൻ സമുദായക്കാർക്ക് വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ ഇന്ദിരാഗാന്ധിയാണെന്നുള്ളത്. അത് ആ രീതിയിൽ ഒരു കോൺഗ്രസിനോട് വലിയ അനുഭവമുള്ള ഒരു വിഭാഗമാണ്. ആ വോട്ടുകളൊക്കെ തീർച്ചയായിട്ടും. പിന്നെ ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. ജോർജ് ഈഡൻ്റെ മകനാണ്, അതാണ് ഒന്നാമത്തെ. രണ്ടാമത് അദ്ദേഹം 2 തവണ എറണാകുളത്ത് നിന്ന് അസംബ്ലിക്ക് ജയിച്ച ആളാണ്. ഇപ്പോഴും എറണാകുളത്ത് പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ യാതൊരു. കഴിഞ്ഞ തവണ പക്ഷേ CPM ഒരു കാര്യം ചെയ്തത്, അവർ ഈ മുകളിൽ നിന്ന് അവിടെ നിന്ന് ആരെങ്കിലും കെട്ടിയിറക്കാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ P. രാജീവിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. ഒരു തരത്തിൽ അത് ഈ പറഞ്ഞ CPM അവരുടെ ഒരു കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ എറണാകുളം ജില്ലയുടെ ചരിത്രവും അതിൻ്റെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ അറിയാവുന്നവർ എല്ലാവരെയും അമ്പരപ്പെടുത്തിയൊരു സാധനമാണ്. കാരണം ഒരു രീതിയിലും അത് ക്ലിക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പായിരുന്നു. അല്ല, അത് വളരെ വളരെ പ്രകടമായിരുന്നു. P. രാജീവ് എന്നല്ല, അവിടെ എറണാകുളം ജില്ലയിലുള്ള ഏത് CPM നേതാവോ അവിടെ മത്സരിച്ചാലും ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 67 അല്ലെങ്കിൽ 2004 ഉണ്ടായ പോലെ അതിഭയങ്കരമായൊരു തരംഗം ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ആശയ്ക്ക് പോയുള്ളൂ. 2004 തന്നെ എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യൻ പോളി ജയിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി അത്ര ദുർബലനാണ്. എഡ്വേർഡ് ഇടയെടുത്ത് എന്ന് പറഞ്ഞാൽ കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാളെ അദ്ദേഹം സെൻട്രൽ മെട്രോ കോളേജിലെ അധ്യാപകനായിരുന്നു. കോൺഗ്രസ്സുകാരനെ അല്ലായിരുന്നു പുള്ളി. ആ സമയത്താണ് ആദ്യമായിട്ട് കതറുപ്പായം മേടിച്ചത്. അങ്ങനെ ഒരാളെ ഫീൽഡ് ചെയ്ത് എങ്ങനെ ജയിക്കാൻ, എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യും? കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്യുന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളൊന്നും ഇനി അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയുടെ ആവശ്യമില്ല. ഇപ്പം തന്നെ ഹൈബി ഈഡനുണ്ട്. പിന്നെ LDF ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തും. ചിലപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ കൊണ്ടുവന്ന പോലെ, അല്ലെങ്കിൽ അതെ, വേറെ ഏതെങ്കിലും ഒരാളെ പിടിച്ച് സ്വതന്ത്ര വേഷം അണിയിച്ച് തെരഞ്ഞെടുപ്പല്ലേ, ഒരാളെ സ്ഥാനാർത്ഥിയാക്കാതെ പറ്റില്ല എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെ വലിയ ഒരു പരീക്ഷണത്തിന് മുതിരുകയില്ല. ഇനിയിപ്പോൾ ലത്തീൻ കത്തോലിക്കനാണെന്നുള്ള ഏക കാരണത്താൽ വല്ല നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിനെ കൊടുത്ത് നിർത്തി കുരുതി കഴിക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. സെബാസ്റ്റ്യൻ പോളിൽ പക്ഷേ ഇപ്പോഴും ആഗ്രഹമുണ്ട് വീണ്ടും സ്ഥാനാർത്ഥിയായി കൊള്ളാമെന്നൊക്കെ അല്ലേ? സ്ഥാനാർത്ഥിത്വ മോഹം ഇപ്പോൾ പോയിട്ടില്ലല്ലേ? എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മകഥ വന്നതിന് ശേഷം ഇനിയിപ്പോൾ പുള്ളിയെ പാർട്ടി പരിഗണിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ സത്യസന്ധമായതുകൊണ്ട്
അത് അടിസ്ഥാനപരമായിട്ട് സത്യസന്ധനായ ഒരു മനുഷ്യനായതുകൊണ്ട് ആത്മകഥ വളരെ സത്യസന്ധമായതുകൊണ്ടും അതെ. ഏ അപ്പോൾ ഈ പറഞ്ഞതുപോലെ പേരുകൾ പരിഗണിക്കുമെന്ന് എനിക്ക് അല്ല, തോമസ് ഐസക്കിനോട് ചിലപ്പോൾ എറണാകുളത്തേക്ക് വരാൻ പാർട്ടി ആവശ്യപ്പെട്ടേക്കാം. അത് ഈ പറഞ്ഞ പോലെ ഒരു ഇരുതല കുറിച്ചുള്ള വാളാണെന്നുള്ള വേറെ കാര്യം. അതായത് ഒന്ന് തോമസ് ഐസക്കിനെ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു രീതി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തോമസ് ഐസക്കിന് ഇനി ഒരു ചാൻസ് കൊടുത്തില്ല എന്നും വേണ്ട. അപ്പോൾ രണ്ട് കാര്യങ്ങളും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എറണാകുളത്ത് പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കി രണ്ട് കാര്യങ്ങളും നടക്കും. രണ്ട് കാര്യങ്ങളും നടക്കും. പിന്നെ പുള്ളിയുടെ ആ ഒരു ഭീഷണി നന്ദിക്കായിട്ട് ഇല്ലാണ്ടാവും. തോമസ് ഐസക്കിനോട് പാർട്ടിക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എറണാകുളത്ത് മത്സരിച്ച് തോക്കേണ്ട ഒരാളല്ലല്ലോ ഡോക്ടർ തോമസ് ഐസക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആലപ്പുഴയിൽ പക്ഷേ ഈ ആരിഫ് അവിടെ നിൽക്കുമ്പോൾ പറ്റില്ല. അപ്പോൾ ജയശങ്കർ പറഞ്ഞ പോലെ ഒരു സാധ്യത ഉണ്ട് എറണാകുളത്തേക്ക് വേണമെങ്കിൽ. പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല. അങ്ങനെ ഒരു അനീതി ഐസക്കിനോട് കാണിക്കണം, അദ്ദേഹം അത് അർഹിക്കുന്നില്ല. അതെ, അദ്ദേഹം അങ്ങനെ ഒരു സംഭവം അർഹിക്കുന്നില്ല. അപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ അധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോഴത്തെ ആ ഒരു രാഷ്ട്രീയ സമവാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും അതൊരു ഉറച്ച സീറ്റ് തന്നെയാണ്. അത് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് പിന്നെ അങ്ങനെ ഉണ്ടാകണം, അതിനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നില്ല. തീർച്ചയായും എറണാകുളം യു ഡി എഫിന് ഒരു വളരെ സേഫ് ആയിട്ടൊരു മണ്ഡലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എറണാകുളത്ത് BJP ഒരു വലിയ ഘടകമായിട്ട് പരിഗണിക്കേണ്ടതുണ്ടോ? എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസി, എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPക്കാരുണ്ട്. BJPക്കാരുണ്ടെങ്കിലും കൊച്ചി കോർപ്പറേഷനിൽ അവർക്ക് 5 കൗൺസിലേഴ്സും ഉണ്ട്. BJP ക്രമാനുഗതമായിട്ട് പച്ചപിടിച്ച് വരുന്നുണ്ട്. തൃപ്പൂണിത്തുറ അസംബ്ലി സെഗ്മെൻറ്റിൽ അവർ ഒരു പ്രബല ശക്തിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് BJPക്ക് കാര്യമായ വളർച്ചയില്ല. പറവൂർ മണ്ഡലത്തിലുണ്ട്. ഈ ഹിന്ദു മെജോറിറ്റിയുള്ള 2 സെഗ്മെൻറ്റ്സ്, ഒന്ന് തൃപ്പൂണിത്തുറയും മറ്റത് പറവൂരാണ്. അത് രണ്ടുമാണ് LDFന് മേൽക്കൈയുള്ള പ്രദേശങ്ങൾ. LDFന് മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങളെ എറണാകുളം ജില്ലയിലുള്ളൂ. ഒന്ന് തൃപ്പൂണിത്തുറയാണ്, മറ്റത് പറവൂരാണ്. 2 സ്ഥലത്തും കോൺഗ്രസിൻ്റെയാണ് MLA-മാർ. അതാണ് വേറൊരു പ്രത്യേകത. തൃപ്പൂണിത്തുറയിൽ K ബാബുവാണ്, പറവൂർ വളരെ കാലമായിട്ട് സതീശൻ കുത്തകയാക്കി വെച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ വേറെ ഒരു പ്രത്യേക രീതിയിലാണ് പോവുക. അപ്പോൾ ഈ 2 സ്ഥലത്തുമാണ് BJP, BDJS. കഴിഞ്ഞ തവണ ബാബുവോട് മത്സരിച്ച് തോറ്റ സ്വരാജിനെ വേണമെങ്കിൽ വീണ്ടും എറണാകുളത്ത് അങ്ങനെ ഒരു പരീക്ഷണത്തിന്, കാരണം സ്വരാജിനെ പോലെ ഒരാള് ഇത്തവണ അങ്ങനെ തോൽപ്പിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് അല്ലാന്ന് CPM-ന് അറിയാം. അതുകൊണ്ട് സ്വരാജൊന്നും എറണാകുളത്ത് നിന്ന് ജയിക്കില്ല. സ്വരാജ് എന്നല്ല, ഒരുമാതിരി ആരും എന്നാലും ജയിക്കില്ല. അത്ര ഒരു പരീക്ഷ നടത്താൻ പറ്റിയ അവസ്ഥയിലല്ല. അതൊരു കാരണവശാലുള്ള സാധ്യതയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കണ്ടസ്റ്റന്റിന് സ്കോപ്പില്ല. കഴിഞ്ഞ തവണ നമ്മുടെ കണ്ണന്താനത്തെയാണ് നിർത്തിയത്. കണ്ണന്താനത്ത് നിർത്തിയ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമെന്ന് ആരോ BJP ഹൈക്കമാൻഡിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ചെയ്യപ്പെട്ടെ. ക്രിസ്ത്യാനികളെ കുറിച്ച് BJPക്കുള്ള ധാരണ വളരെ തെറ്റായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും. പിന്നെ ഒരു സ്ഥാനാർത്ഥി അത്ര മാത്രമേ, അതിലപ്പുറം ഒരു സിഗ്നിഫിക്കൻസ് BJPയുടെ ഇല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പോലെ അല്ലെങ്കിൽ ചാലക്കുടി പോലെയുള്ള പ്രാധാന്യം പോലും എറണാകുളത്തിന് ഇല്ല. പിന്നെ വേണമെങ്കിൽ KS രാധാകൃഷ്ണനെയോ അല്ലെങ്കിൽ വിശ്വംഭരനെ പോലുള്ള മാഷെ പോലുള്ളവരൊക്കെ നിർത്താം. അതായത് ഒരു ആശ്വാസം അവർക്ക് ഒരു സീറ്റ്. അതെ അതെ. അങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു മികവ് അവകാശപ്പെടാവുന്ന ഒരാളെ എവിടെ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താം. ഒരു പരീക്ഷണം നടത്താം. കുറച്ച് വോട്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എത്ര വോട്ട് കൂടുതൽ കിട്ടി എന്ന് നോക്കാം. പിന്നെ ഒരു അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ വലിയ മോഡി തരംഗം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. പിന്നെ ഈ പറഞ്ഞ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഈ കണ്ണന്താനത്തിൽ നിർത്തിയോണ്ടാണ്. അവിടെ നല്ല ഒരു നായർ കാൻഡിഡേറ്റ് നിർത്തിയിരുന്നെങ്കിൽ കുറെ കൂടി വോട്ട് കിട്ടിയത്. ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ തന്നെ ഈ കണ്ണന്താനത്ത് നിർത്തിയതിനെ കുറിച്ച് വളരെ പരിഹാസമായിട്ടുള്ള പല കമന്റുകളും നടത്തുന്നത് കേൾക്കാനിടയായി. പരമ്പരാഗത BJP ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കണ്ണന്താനത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. രാധാകൃഷ്ണൻ മാഷിനാണെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് മറ്റേ തരത്തിലൊരു സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട്